അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, ആ യുവാവിനെ കാത്തുകൊണ്ട് അവൾ നിന്നു ആ ജലയിനരികിൽ. അന്നും അദ്ദേഹം അതാ കയ്യിൽ കൈക്കോട്ടുമെടുത്ത് ആ കൃഷിയിടത്തിലേക്ക് നടന്നു വരുന്ന ആ രംഗമാണ് അവൾ കണ്ടത്. ഒരു നിമിഷം അവളുടെ മനസ്സിന് ഒരു ടെൻഷനായി. റബ്ബേ, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും വിചാരിക്കോ? അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വരുന്നവർ തെറ്റായ രീതിയിൽ ജോലി ചെയ്യുന്നവർ, അതെ, തെറ്റായ രീതിയിൽ ജീവിക്കുന്നവർ എന്നുള്ള ചിന്തയായിരിക്കോ? നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. പഠിച്ചവനെ, എന്തായാലും വേണ്ടില്ല. രണ്ടും കൽപ്പിച്ച് അതാ അദ്ദേഹം ആ ഒരു കൃഷിയിടത്തിലേക്ക് നടന്ന് അവരുടെ ബിൽഡിങ്ങിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ ആ ഒരു കടലാസ് കഷ്ണം അവൾ നല്ല രീതിയിൽ ചുരുട്ടി എറിഞ്ഞ് ഇട്ടുകൊടുത്തു. പഠിച്ചോനെ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ ഇട്ടത്. എന്നാൽ അദ്ദേഹം അതാ ആ കൈക്കോട്ട് കൊണ്ട് കൊത്തിയെടുക്കുന്ന മണ്ണിനിടയിലേക്ക് ആ ഒരു കടലാസ് കഷ്ണൻ പറന്ന് വന്ന് വീണപ്പോൾ ഒരു നിമിഷം അയാൾ നോക്കി, പെട്ടെന്ന് മേലേക്കും. എന്നാൽ അതാ അവിടെ നിറഞ്ഞ കണ്ണുകളുമായി ഒരു പെൺകുട്ടി തന്നെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അതിൻ്റെ തലേന്നും തന്നെ നോക്കി നിന്ന ആ പെൺകുട്ടി ഒരു നിമിഷം അയാൾ അത് എടുക്കണോ വേണ്ടെന്ന് കരുതി ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. പതുക്കെ അയാൾ അതെടുത്തു. പക്ഷേ അത് ഓപ്പൺ ചെയ്തില്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു ഓപ്പൺ ചെയ്ത് തന്നോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ആ ഒരു കടലാസ് കഷ്ണം അദ്ദേഹം അത് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു. അദ്ദേഹം പണി തുടർന്നു. എന്നാൽ അവൾ വിചാരിച്ചു, റബ്ബേ, ഒരു പക്ഷേ എന്തെങ്കിലും വേസ്റ്റ് കടലാസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് എടുത്തു നോക്കാത്തത്. അവൾ ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരുന്നു. എന്നാൽ അദ്ദേഹം അതൊട്ടും എടുത്തു നോക്കിയില്ല. വീണ്ടും അവൾ ആ ജനാലയുടെ അരികിൽ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജോലി മതിയാക്കി അത പോകുന്നു. അവൾ വിചാരിച്ചു, റബ്ബേ, ആ ഒരു കടലാസ് കഷ്ണം അയാൾ എന്തെങ്കിലും അറിയാതെ പാറി വന്നാന്ന് വിചാരിച്ചിരിക്കോ അത്രക്കും മടക്കി വെച്ചത് കൊണ്ട്. എന്നാൽ ആ നിമിഷം ആ കടലാസ് അയാൾ കൈകളിലെടുത്തു. അയാൾ വീണ്ടും മുകളിലേക്ക് നോക്കി. അയാളുടെ ആ വെള്ളാരം കണ്ണുകൾ അത് അവളുടെ കണ്ണുകളിലേക്ക് തറച്ചു കയറുന്നത് പോലെ തോന്നി. ആ പാടവരമ്പത്ത് കൂടി കൊച്ചുകുടിലേക്ക് അദ്ദേഹം നടന്നു. നേരേതാ അവരുടെ ആ ഒരു വാതിലിൻ്റെ സൈഡിലായിക്കൊണ്ട് ചെറിയ ബെഞ്ച്. ആ ബെഞ്ചിൽ അദ്ദേഹം ഇരുന്നു. ഉമ്മ അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു നിമിഷം അവൾ അതെല്ലാം കുറച്ച് ദൂരെ നിന്ന് നോക്കി നിന്നു. അതെ, കുറച്ച് ദൂരെയാണ് വീട്. ശരിക്കും വ്യക്തമല്ല, എങ്കിലും ശബ്ദങ്ങളെല്ലാം കേൾക്കാം. എന്താണ് ചെയ്യുന്നതെന്ന് അത്ര കാണാൻ കഴിയുന്നില്ല. ആ കടലാസ് കഷ്ണം അയാൾ നിർത്തി നോക്കി. എന്നെ രക്ഷിക്കണം. ഒരു നിമിഷം അദ്ദേഹം ആ ഒരു പേപ്പർ തിരിച്ചു നോക്കി. ഇല്ല, അതും ഒരു കടലാസ് പെൻസിൽ കൊണ്ട് തെളിയാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു നിമിഷം അയാൾ വിചാരിച്ചു, എന്താ റബ്ബേ ഇത്? ഉമ്മ, ആ മോനെ എന്താ? ഉമ്മ അദ്ദേഹത്തിന് കഞ്ഞി വിളമ്പി കൊടുക്കുകയായിരുന്നു. മോനെ, ഞാൻ കുറച്ച് ചേമ്പും താളും പൂളയും എല്ലാം കൂടി ഇട്ട് ഒരു കൂട്ടാനാണ് വെച്ചിട്ടുള്ളത്. വാഴയിലയിൽ അദ്ദേഹത്തിന് അത് വിളമ്പി കൊടുത്തു. അദ്ദേഹം അത് രുചിയോട് കൂടി കഴിക്കുന്നതിനിടയിൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്താ മോനെ, രസമില്ലേ മോനെ കൂട്ടാനൊക്കെ? ആ ഉമ്മ, നല്ല രസമുണ്ട്. ആ പിന്നെ ഉമ്മ പറഞ്ഞില്ലേ ആ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നവരൊക്കെ തെറ്റ് ചെയ്യുന്നവർക്ക് ആയിരിക്കുന്നു. മോനെ, അങ്ങനെയല്ലേ പറഞ്ഞു കേട്ടത്? എന്താ, നമുക്കറിയില്ലല്ലോ. അവിടുന്ന് കേൾക്കാലോ ഓരോ ഒച്ചപ്പാടും ബഹളൊക്കെ. അത് കേൾക്കുമ്പോൾ വല്ലാത്ത. അതെ ഉമ്മ, ഞാനും കരച്ചിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉമ്മ, അവിടെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു മോനെ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കണോലെങ്ങനെ അവിടെ എത്തുക? അവരൊക്കെ അവൻ്റെ കൂടെ പോകുന്നതെന്നൊക്കെയാണല്ലോ പറയുന്നത് കേൾക്കേണ്ടത്. അവിടെ ഒരുത്തനുണ്ട്. ഓ, കാണുമ്പോൾ തന്നെ പേടിയാകും മോനെ. അതെ, അവൻ്റെ കൂടെ പോകുന്നതൊക്കെയെന്നാ പറഞ്ഞത്. എന്താ ഉമ്മ? ഒന്നുമല്ല, അവൻ്റെ നോട്ടും കാട്ടിക്കൂട്ടിലേക്ക് കാണുമ്പോഴേ ഞാൻ നാളെ കണ്ടിട്ട് പേടിച്ചു പോയി മോനെ. ഉമ്മ, അവിടെ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു കുട്ടി കാത്തിരിക്കുന്നുണ്ട്. പൊന്നു മോനെ, അതെങ്ങനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഇനി അഥവാ നമ്മളെങ്ങാൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അവനെങ്ങാനും അതറിഞ്ഞാൽ? കണ്ടില്ല, എൻ്റെ ചുറ്റുഭാഗത്ത് CCTV ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മോനെ. ആ, മോൻ കഞ്ഞി കുടിക്കേ.
അവൻ കഞ്ഞി കുടിച്ച് കൂട്ടാനെല്ലാം കഴിച്ച് വീണ്ടും അതാ അവൾ എഴുതിയ ആ ഒരു കത്ത് ചുരുട്ടി അവൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. വീണ്ടും അവൻ അതാ കൈക്കോട്ടെടുത്ത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങി. അത് അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവൾ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വിളിച്ചു. അവൾക്ക് എങ്ങനെയെങ്കിലും താഴേക്കൊന്ന് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ എന്നവൾ വിചാരിച്ചു. അവൾ പതുക്കെ അവിടെ നിന്നിറങ്ങി. ഇപ്പോൾ രാജേഷില്ല, പക്ഷേ CCTV അതാണ്. അറിയാതെ ചേച്ചിയുടെ അരികിലേക്കെത്തി. ചേച്ചി, എനിക്ക് പുറം ലോകം കാണാൻ വല്ലാതെ കൊതിയാകുന്നു. ഞാൻ ഇവിടെ അകത്ത് കിടന്ന് കൂട്ടിലടച്ച് കിളിയെപ്പോലെയായിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല. ഒന്ന് സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. ഞാനൊന്ന്. മോളെ, നീ എന്തേ പറയുന്നത്? നീ എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ അവൻ വെച്ചേക്കില്ല. എന്താ മോളെ നീ ഈ പറയുന്നത്? പുറത്തേക്കുള്ള വഴി മോളെ, ഇവിടെ ആകെ ഒരു ഗേറ്റേ ഉള്ളൂ. അതാ ഈ ഒരു ഗേറ്റ് എപ്പോഴും അടച്ചിട്ട് കൊണ്ട് തന്നെയാണ്. അവൻ വരുമ്പോൾ മാത്രമാണ്. ഇനിയിപ്പോൾ അവൻ വന്നതിന് ശേഷം ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും. ചുറ്റുഭാഗത്തും വലിയ മതിലല്ലേ മോളെ. അവൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചു. വെറുതെ നോക്കി. ഒന്നും കാണുന്നില്ല. അവൾ നിരാശയോടെ അതാ റൂമിലേക്ക് കയറി ചെന്നു. എന്നാൽ താഴെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഏയ് കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതെ, എന്നെ. അവളുടെ ശബ്ദം പതുക്കെയായതുകൊണ്ട് കേൾക്കുന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്ന് അവന് തോന്നിത്തുടങ്ങുകയാണ്. അവൻ്റെ മനസ്സിലേക്ക് അവളുടെ ആ ഒരു ദയനീയമായ നോട്ടം ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഒടുവിൽ അദ്ദേഹം തന്നെ അത് വിചാരിക്കുന്നു. വീട്ടിലുള്ള ആ വലിയൊരു കോണി, അത് എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ അവൾക്കതിലൂടെ കയറി രക്ഷപ്പെടുവാൻ പറ്റുമായിരിക്കും. എന്തൊക്കെ തന്നെയാലും രാത്രിയാവട്ടെ. അങ്ങനെ അതാ നേരം രാത്രി. എല്ലാവരും നല്ല മയക്കത്തിലാണ്. രാജേഷ് അവിടെയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ആശ്വാസമുണ്ട്. അവളുടെ ജനാലയിലേക്ക് അതാ പതുക്കെ ചെറിയൊരു കല്ലുകൾ വന്ന് വീഴുന്നു. ഒരു നിമിഷം അവൾ താഴോട്ട് നോക്കി. അതെ, ആ യുവാവാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇവിടെ ഒരു കോണി ചാരി വെച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് അതിലൂടെ എങ്ങനെയെങ്കിലും കയറി വരാൻ നോക്ക്. അങ്ങനെ അതാ അവൾ പതുക്കെ അവളുടെ വാതിൽ തുറന്ന് അവിടെ നിന്നിറങ്ങുന്നു. വാതിലെല്ലാം നല്ല ഭദ്രത്തിൽ ഉയരത്തിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റൂൾ ഉപയോഗിക്കേണ്ടി വന്നു അതിൽ അവൾക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയിട്ട്. അവൾ അതിലേക്ക് അതാ പതുക്കെ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് എത്തുന്നു. ചേച്ചി ആ റൂമിലാണ്. പെട്ടെന്ന് അതാ അവളുടെ കാൽ തട്ടി അവിടെയുള്ള ഒരു പാത്രം തട്ടിമറിഞ്ഞു. പെട്ടെന്ന് ചേച്ചി, പൂച്ച എന്താ അകത്ത് നേരം ഈ സമയത്ത്? പൂച്ചയാണോ അകത്ത് എന്ന് പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി. ആ ചേച്ചി അവിടെ വന്ന് ലൈറ്റിട്ടു. ഇവിടെ പൂച്ചയൊന്നും കാണുന്നില്ലല്ലോ. ഈ ഒരു പാത്രം എങ്ങനെ തട്ടിമറിഞ്ഞു? ഇനിയിപ്പോൾ പൂച്ച എങ്ങനെ ഓടിയോ എന്തോ അറിയില്ല. മനുഷ്യൻ്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. അവൾ പതുങ്ങിയിരുന്നു. അതെ, ആ വാതിലിൻ്റെ ഒരു മൂലയിൽ ശബ്ദം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്, പഠിച്ചവനെ, അല്ലാ, എന്തായിരിക്കും? എനിക്ക് പേടിയാകുന്നു. ഇനി ഇരുട്ടിൽ CCTVയിൽ അതെങ്ങാനും പതിയുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു അവൾക്ക്. എന്നാൽ അവൾ പതുക്കെ പിന്നിലുള്ള വാതിൽ തുറക്കുന്നു. പഠിച്ചവനെ, എന്തൊരു ഉറപ്പാണ് ഇതിനൊക്കെ. അവൾ വീണ്ടും പതുക്കെ ആ അടുക്കളയുടെ വാതിലിൻ്റെ പിന്നിലെത്തി. പതുക്കെ അവൾ ഇറങ്ങി. എൻ്റെ റബ്ബേ, CCTVയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടും എന്നെ തല്ലിക്കൊല്ലും. അത് ഉറപ്പാണ്. എനിക്കറിയുന്നില്ല. അങ്ങനെ അവൾ അവിടേക്ക് ചാരി വെച്ച ആ ഒരു കോണി കാണുന്നു. പതുക്കെ അവൾ അതിൽ പിടിച്ചു കയറി. എൻ്റെ റബ്ബേ. എന്നാൽ ഹേയ് കുട്ടി, താഴെ നിന്ന് ഒരു ശബ്ദം
കയറിക്കഴിഞ്ഞാൽ ആ കോണി ഈ ഭാഗത്തേക്ക് ഇടൂ. ഞാനത് എങ്ങനെയൊക്കെയോ സാഹസികമായി അങ്ങോട്ട് വെച്ചതാണ്. അവളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് പൊക്കി അവൾ അപ്പുറത്തേക്ക് ഇട്ടു. അയാളത് ശരിക്ക് വെച്ചു കൊടുത്തു. അവൾ പതുക്കെ അതിലൂടെ ഇറങ്ങി. ആരാണ് നീ? എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? എന്തിനിങ്ങോട്ട് വന്നു? അയാൾക്ക് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. വരൂ എൻ്റെ കൂടെ. അത് അവളെയും വിളിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ആദ്യം തന്നെ അവൻ ആ കോണികൾ എടുത്ത് മാറ്റി. എന്നിട്ട് അവളോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരൂ. അത് ഞാൻ ഒന്നും മടിക്കണ്ട, വരൂ. അങ്ങനെ ആ രാത്രിയിൽ അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ഉമ്മയെ വിളിക്കട്ടെ, കാര്യങ്ങൾ പറയട്ടെ. വേണ്ട, അതെന്താ? ഇവിടെ നിൽക്കൂ. ഉമ്മ 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 നല്ല ഉറക്കമായിരുന്നു. മോനെ. ഉമ്മ, ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണ് എന്നോട് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്ന്. അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പൊന്നു മോനെ, എവിടെ? വേഗം അകത്തേക്ക് കയറ്റു മോനെ. അല്ലാ മോളെ, നീ എവിടെ നിന്ന് വരികയാണ്? നീ എങ്ങനെ അവിടെ എത്തി? ആ ഉമ്മയുടെയും ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഉമ്മ, ചോദിക്കാം, എല്ലാം സാവകാശം. അവൾക്ക് എന്തെങ്കിലും കൊടുക്കും ഉമ്മ. അപ്പോൾ തന്നെ ആ ഉമ്മ ചായ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കുന്നു. അവളത് ആർത്തിയോടെ കുടിക്കുന്നു. മോളെ, ഇവിടെ വിശ്രമിച്ചോളൂ. കുട്ടിയുടെ കരച്ചിലായിരുന്നോ മുകളിൽ നിന്നാ കേട്ടത്? ഉമ്മ, അതെ, അത് എന്താ കുട്ടി, നിന്റെ കൈകളൊക്കെ ആകെ മുറിഞ്ഞിരിക്കുന്നത്? എന്താ കൈകളിലൊക്കെ മുറിപ്പാടുകൾ? അത് പെട്ടെന്ന് ആ ഉമ്മ കാലിലേക്കും ശ്രദ്ധിച്ചു. എന്താ കുട്ടി, അവിടെ എന്താ നടക്കുന്നത്? എന്തായാലും കുട്ടി ഒന്ന് വിശ്രമിച്ചോളൂ. ഇതാ. അവിടെ ഉണ്ടായിരുന്ന ആ റൂമിലേക്ക് അവളെ കാണിച്ചിട്ട് പറഞ്ഞു, വേണ്ട ഉമ്മ അവിടെ കിടന്നോളൂ. അവൾ ഈ റൂമിൽ കിടക്കട്ടെ. അപ്പം മോനെ നീ? ഞാനിവിടെ കിടന്നോളാം, തറയിൽ, നിലത്ത്. അങ്ങനെ അവൻ്റെ റൂം അവൾക്ക് വേണ്ടി നൽകുന്നു. അവൾ അന്ന് സമാധാനത്തോടെ അവിടെ ഉറങ്ങുന്നു. പക്ഷേ രാജേഷ് വന്നു കഴിഞ്ഞാൽ റബ്ബേ, എന്തായിരിക്കും സ്ഥിതി? അവൾ എങ്കിലും ആശ്വാസം തോന്നി അവൾക്ക്. ആ ഒരു വീട്ടിൽ, ആ ചെറിയ കൊച്ചു കുടിലിൽ, ആ ഒരു തണുത്ത ബെഡിൽ കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ അങ്ങ് മാളിപ്പോയി. അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു. അന്നും പതിവ് പോലെ അയാൾ തഹജ്ജുദ് നിസ്കരിക്കുവാൻ എഴുന്നേറ്റു. ഖുർആൻ പാരായണം തുടങ്ങി. ആ ഖുർആൻ പാരായണം കേൾക്കുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ഞെട്ടിയുണർന്നു. യാ അല്ലാ, അതെ, എന്നും രാജേഷിൻ്റെ ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന അതേ ശബ്ദം. അത് ശരിക്കും വളരെയധികം വ്യക്തമായും ക്ലിയറായും കേൾക്കുന്നു. അവൾ അതിൽ ലയിച്ചു നിന്നു. പതുക്കെ അവൾ എഴുന്നേറ്റു. അതെ, നിസ്കരിക്കാറില്ല. എന്ന് നിസ്കരിച്ചതാണ് എനിക്കറിയില്ല. എന്നാൽ ആ ഉമ്മ അവളെ പതുക്കെ വിളിച്ചു. മോളെ. ഉമ്മ, വേണ്ട, സുബഹി നിസ്കാരം കഴിഞ്ഞോട്ടെ. എണീക്കുന്നവരാണെങ്കിൽ നേരത്തെ എണീക്കുമല്ലോ. നമ്മൾ ഇനി ശല്യപ്പെടുത്തണ്ട. പിന്നെ അവൾ എന്താണ് ഏതാ ഒന്നും നമുക്കറിയില്ല. അവളുടെ ജാതി ഏതെന്നോ മതമെന്നൊന്നും അറിയില്ലല്ലോ. മോനെ, ശരിയാണ്. പക്ഷെ തലയിൽ അവളൊരു തട്ടം ഇട്ടിരുന്നല്ലോ. അതിപ്പോൾ ആർക്കും ഇടാലോ. അത് തൽക്കാലം നമുക്ക് നോക്കാം. എന്നാൽ അവളതാ പതുക്കെ എഴുന്നേൽക്കുന്നു. മോളെ, എഴുന്നേറ്റോ? ഉമ്മ, എനിക്ക് ഓഹ് ചെയ്യണം, നിസ്കരിക്കണം. ശരിക്കും ഉമ്മ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ ശരിക്കും മനസ്സിൽ സന്തോഷിച്ചു പോയി. റബ്ബേ, അതെ, മുസ്ലിമായൊരു പെൺകുട്ടിയാണ്. ഉമ്മ അവൾക്ക് പുറത്തുള്ള ആ ഒരു ബാത്റൂമും ഉളൂഹ് ചെയ്യുന്ന സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്തു. അവൾ ഉളൂഹ് ചെയ്തു, നിസ്കരിച്ചു. ഉമ്മയുടെ നിസ്കാരക്കുപ്പായം അവൾക്ക് നൽകി. അതിൽ നിസ്കരിച്ചു കരഞ്ഞുകൊണ്ട്. അതെ, ആ ഒരു കൊച്ചു കുടിലിൽ അവളതാ സുരക്ഷിതമായിരിക്കുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ ഷെഫി ഉസ്താദ്, പഠിച്ചോനെ, സീനത്തിനെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ, സുരക്ഷിതയുള്ള കൈകളിൽ അവളെ നീ എത്തിക്കണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട്ടിലേക്ക് സീനത്ത് എത്തിയിരിക്കുകയാണ്. ഇനി രാജേഷ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അന്ന് ഉമ്മ സുബഹി നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് അടുപ്പിൽ തീ പുകയ്ക്കാൻ തുടങ്ങി.
അതെ ചായ അടുപ്പത്ത് വെച്ചു. അവൾ അങ്ങോട്ട് ചെന്നു. അതെ, ഒരു ഗ്യാസ് അടുപ്പോ ഒന്നുമില്ല, നിലത്തിരുന്നാണ് അടുപ്പ് കൂട്ടുന്നത്. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. എങ്കിലും അത് വേഗം കത്തിപ്പിടിച്ചു. അത് ചായക്ക് ഉള്ള പാലപ്പോഴേക്കും അത് അവൻ കറന്നു കൊണ്ടുവന്നു. പാലിലേക്ക് ചായപ്പൊടിയിട്ട് അവൾക്ക് ഒരു ചായ കൊടുത്തു. ഇന്നാ മോളെ, ഇത് കുടിച്ചോ. അവൾ സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി കുടിച്ചു. അല്ലാ, എന്തൊരു സമാധാനം! പെട്ടെന്ന് തന്നെ ആ ഉമ്മ അതാ അരിയെടുത്ത് കല്ലിലേക്ക് പോകുന്നു. അമ്മിക്കല്ലിലെ അരച്ചിട്ടാണ് അവരപ്പം ഉണ്ടാക്കുന്നത്. അത് ദൂരെ നിന്നും ഞാൻ കേൾക്കാറുണ്ട്. അവൾ ആകാംക്ഷയോടെ അത് നോക്കി നിന്നു. മോളെ, ഇങ്ങോട്ട് വരണ്ട, അവിടുന്ന് നോക്കിയാൽ മതി കേട്ടോ. അവിടുത്തുകാർ നിന്നെ കണ്ടാൽ പിടിച്ചു കൊണ്ടുപോകും. ആ, മോളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. തൽക്കാലം ഭക്ഷണം കഴിച്ചിട്ട് ചോദിക്കാം. മോൾ അവിടെ ഇരുന്നോളൂ. അവൾ അവിടെ ഇരുന്നു. എന്നാൽ ആ സമയമായപ്പോഴേക്കും അതാ ആ യുവാവ് അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കുന്ന തിരക്കിലായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.